സ്റ്റാർലൈനർ പേടകം സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. ഇന്ത്യൻ സമയം 9:31 പേടകം ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിൽ ലാൻഡ് ചെയ്തു. 6 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് സ്റ്റാർലൈനർ ക്യാപ്സ്യൂൾ ഭൂമിയിൽ തിരിച്ചിറക്കിയത്. ജൂൺ 5-ന് വിക്ഷേപിച്ച സ്റ്റാർലൈനറിൽ ഹീലിയം വാതക ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് തിരിച്ചുവരവ് വൈകിയിരുന്നു. തുടർന്നാണ് പേടകം മാത്രം തിരിച്ചിറക്കുന്നത് സംബന്ധിച്ച ആലോചന ഉണ്ടായത്. ഇക്കഴിഞ്ഞ ദിവസം തിരിച്ചിറക്കുന്നതിന് മുന്നോടിയായുള്ള പരീക്ഷണങ്ങൾ ബഹിരാകാശത്ത് വിജയകരമായി പൂർത്തിയാക്കി. ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 3:45 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സ്റ്റാർലൈനർ വേർപെട്ടു. തുടർന്ന് 6 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് ലാൻഡിംഗ് സാധ്യമാക്കുകയായിരുന്നു. ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിലാണ് ക്യാപ്സ്യൂൾ ലാൻഡ് ചെയ്തത്. സുനിത വില്യംസിനെയും ബഷ് വിൽമോറിനെയും ബഹിരാകാശത്ത് തന്നെ തുടരാൻ നിർദ്ദേശിച്ച് പേടകം മാത്രം ഭൂമിയിലിറക്കിയത് ശരിയായ തീരുമാനമെന്ന് നാസ അധികൃതർ വ്യക്തമാക്കി. വിക്ഷേപണത്തിന് മുൻപ് തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയായിരുന്നു സ്റ്റാർലൈനറിന്റെ പ്രയാണം. അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലെത്തിയതിനു ശേഷം പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് പേടകം മാത്രം തിരിച്ചിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സ്റ്റാർലൈനറിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ ഇരുവരെയും ഫെബ്രുവരിയോടെ തിരിച്ചെത്തിക്കാനാകുമെന്നാണ് നാസ പ്രതീക്ഷിക്കുന്നത്. സയൻസ് ഡെസ്ക്, ജനം.